ഒരു ഇത് ഉണ്ടായതാണ്. ഒരെണ്ണം എടുത്തിട്ട് പായസം വെക്കാൻ വേണ്ടിയിട്ടാണ്. കൊടി കാച്ചതാ. അപ്പോൾ അത് ഉണക്കലരിയിട്ട് പായസം വെക്കാം. തെങ്ങൊക്കെ പോയി പറമ്പില്. ഇതെല്ലാം പോയിട്ട് ഒരെണ്ണം പിടിച്ച് കിട്ടിയതാണ്. ഒരു മച്ചിങ്ങയൊക്കെ പൊഴിഞ്ഞ് പോവാണ്. അതിലേക്ക് ഇടാനുള്ള മരുന്നൊക്കെ മേടിച്ചിട്ട് വെച്ചാറുണ്ട്. ഞാൻ അത് ഇട്ട് കൊടുക്കണം. അപ്പോൾ രണ്ടെണ്ണം കുറച്ചുണ്ട് അപ്പുറത്തുനിന്ന്. ഇത് ആദ്യമായിട്ടുണ്ടായത് രണ്ടെണ്ണമാണ്. രണ്ടെണ്ണം കിട്ടിയ ഇത് ഞാൻ ഒരെണ്ണം എടുത്തിട്ട് ഉണക്കലരി ഇട്ട് പായസം വെക്കാൻ വേണ്ടി പോവാ. മൂത്തറുണ്ട് ഇടുന്നുണ്ട്. സന്തോഷമാണ് എന്ന് വെച്ചാൽ നാളികേര തെങ്ങൊക്കെ പോയി കാരണം കിട്ടാൻ പ്രാർത്ഥിക്കണേ. പൊട്ടിച്ചു. ഉള്ളൊക്കെ അത്യാവശ്യമുണ്ട്. ഞാൻ എൻ്റെ വെള്ളം ഞാൻ കുടിക്കാൻ പോവാ. ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടില്ലാണ്. പറമ്പില് 2,000-3,000 നാളികേരമൊക്കെ കൊടുത്തായിരുന്നു. പറമ്പാണ്. അപ്പൊ ആ തെങ്ങുകളൊക്കെ പോയി. ഒരു 3-4 വീടുകൾ ഈ പറമ്പിൽ വന്നോടുകൂടി തെങ്ങുകളൊക്കെ പോയി. പിന്നെ കുറേയൊക്കെ കേട് വന്നു. പിന്നെ പാടത്തേക്ക് ചെരിഞ്ഞൊക്കെ നിന്ന് ഓരോ വീടുകൾ ഇതൊക്കെ ഇവിടെ മുകളിലേക്കൊക്കെ. അപ്പം അതൊക്കെ ഭീഷണിയായപ്പോൾ മുറിച്ച് പോയതാണ് തെങ്ങുകൾ. കുറേ ഉണ്ടാകുന്നു. 2,000-3,000 നാളികേരത്തിനടുത്തൊക്കെ ഞങ്ങൾ വിറ്റാറുന്നതാണ്. അപ്പോൾ ഒക്കെ പോയി. ഇത് ഒരു തൈ വെച്ച് പിടിച്ച് കിട്ടിയതാണ്. പോവാണ്ടിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല. നാളികേരം കാശ് കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥയാണ്. ഒരു 5-10 ഇപ്പോൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്. കരിക്കും ഇതൊക്കെ ആയിട്ട്. ഒരു തെങ്ങിൽ ഇന്നലെ ഇത് ഉണ്ടായി ഒരു 10-30 നാളികേരം കിട്ടി. അത് ചിലത് കേടുണ്ടാവും അതിൽ. അപ്പോൾ എല്ലാം ഞാൻ കുറിച്ച് ഉണക്കലരി പായസം വെക്കാം. അരിയാണിത്. പണ്ടൊക്കെ നെല്ലും ഇതൊക്കെ ഉണ്ടായിരുന്നു വീട്ടില്. ഇപ്പോൾ അത് ഒക്കെ മേടിക്കേണ്ട ഒരവസ്ഥയാണ്. ഇപ്പോൾ കൃഷി ചെയ്യാനൊന്നും ഇപ്പോൾ നേരം കിടക്കുന്നുണ്ട്. പണിയാൻ ആളില്ലാത്തൊരു കുഴപ്പമുള്ളൂ. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുക്കണത്. ഗ്ലാസ് ഒരു 4 ഗ്ലാസ്സാണ് കേട്ടോ. രണ്ട് ഗ്ലാസ് അരി എടുത്തു. ചെത്തിരി ആർക്കെങ്കിലും കൊടുക്കാമല്ലോ വെച്ചിട്ട്. ഇത് നമുക്ക് കഴുകി വെള്ളം തിളയ്ക്കുമ്പോൾ വെള്ളത്തിലേക്ക് ഇടാം. ഞാൻ ഇതിന് കൂടുതൽ ഇതൊന്നും ചേർക്കണില്ല. നമ്മൾ സാധാ വയ്പ്പ് പോലെ ഞാൻ വയ്ക്കണല്ലോ. വെള്ളത്തിൽ അരി ഇട്ടു തിളച്ച് പൊന്തി വരുന്നിട്ട പൊങ്കാലക്കാലം എന്നൊക്കെ പറയില്ലേ. അത് പാല് കാച്ചാൻ വേണ്ടി മേടിച്ചതാണ് പെരകർ താമസത്തിന്. അപ്പം അത് ഞാനത് ആ കാലം തന്നെ ഉപയോഗിച്ചു. മൺകല അടുപ്പിലാണ് ശരിക്കും കത്തിക്കേണ്ട, വിറകടുപ്പിൽ. ഇപ്പം വിറക് നോക്കിയെടുത്തോളന്ന് അടുപ്പിൽ തീ പിടിപ്പിച്ച് വരാനൊന്നും എളുപ്പമായ കാര്യമല്ല. അപ്പം അടുപ്പ് കത്തിക്കില്ല. അരി ഒന്ന് വേവട്ടെ. ഒന്ന് ഉള്ളരി ഒന്ന് ഇതാവുമ്പോൾ നമുക്ക് ശർക്കര ഉരുക്കി വെച്ചാൽ അത് ഒഴിക്കാം. ഒന്ന് വേവട്ടെ. ശർക്കര ഇത് പാകമായിട്ടുണ്ട്. നാളികേരം ഒരു 1.5 മുറി നാളികേരമാണ് ചെറിയ എടുത്തേക്കണം. അപ്പം നാളികേരം കാണിച്ചല്ലോ. ഇന്ന് ഒരു 1.5 മുറി നാളികേരം ചെറിയ എടുത്താറുണ്ട്. ഞാൻ മധുരം കുറവില്ല വയ്ക്കുള്ളൂ. എന്ന് വെച്ചാൽ എനിക്ക് കഴിക്കണ്ട. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ. അപ്പോൾ വെള്ളമൊക്കെ വറ്റിഞ്ഞ് ഇതിൽ നിന്നൊക്കെ നമുക്ക് ശർക്കര ഉരുക്കിയത് ഒഴിക്കാം. അരിച്ചൊഴിച്ച് കൊടുക്കാം. എന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ എന്തെങ്കിലും മണ്ണിൻ്റെ കരട അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം അത് ഒഴിച്ചു കൊടുത്തു.
നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കാം. വേണ്ട എടുത്തോ. ചെറുത് മതി. കയ്യൊന്ന് കഴിയിട്ടെ. കുഞ്ഞാട്ടുകല്ലുണ്ട് എനിക്ക്. അപ്പോൾ ഏലക്കായ നമുക്ക് പൊടിച്ച് അതിൻ്റെ തൊണ്ടോടുകൂടി ചതച്ചിടാണ്, വല്ലാണ്ട് പൊടിയണ്ട. അപ്പോൾ അത് മോനാണെങ്കിൽ ഇങ്ങനെ തരിക്കട്ടിക്കണം ഏലക്കായയുടെ. അത് ഏലക്കായ ഇട്ട് കൊടുത്തു. അപ്പോൾ വെള്ളമൊക്കെ വറ്റി ഇത്തിരി ജീരകവും കൂടി പൊടിച്ചതാണ്. അപ്പം ജീരകം പൊടിച്ച് അതും നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ജീരകമൊക്കെ ശരീരത്തിന് ഗുണമുള്ളതാണല്ലോ. നമ്മുടെ പായസം റെഡിയായി. ഇങ്ങനെ ഈ മേടിക്കണ അരിയല്ലേ, അപ്പം അത് അരി പൊടിഞ്ഞ പോലെയൊക്കെ. മറ്റേ നമ്മൾ വീട്ടിൽ നെല്ല് പുഴുങ്ങി പുഴുങ്ങണ്ട, ഉണക്കലരി തയ്യാറാക്കി എടുക്കുമ്പോൾ അത് ആ അരി പൊടിയില്ല. അപ്പം നമ്മുടെ പായസം റെഡി ആയി. അതിലേക്ക് അല്പം പൊടിക്കയ്യും കൂടി നമുക്ക് ചെയ്യാം. ഇത് ഇരിക്കട്ടെ. അത് അണ്ടിപ്പരിപ്പ് മുന്തിരി റസ്തായത് ഇതുകൂടി ഇടണുള്ളൂ. അതിന് അതൊന്ന് മുറുകി വരട്ടെ. അണ്ടിപ്പരിപ്പ് മുന്തിരി അത് നെയ്യിലാണ് വറുക്കണത്. അണ്ടിപ്പരിപ്പും മുന്തിരി ഇതേപോലെ ചുമന്ന് ഇതായി. ഇത് നമുക്ക് കുറച്ച് അതിലേക്ക് ഇടാം. പായസത്തിലേക്ക് നമുക്ക് കുറച്ച് ഇടാം. ഇത് നമുക്കതിന് ഇതാക്കി വയ്ക്കാനാണ്. നമ്മുടെ ഉണക്കലരി പായസം നാളികേരം പുതിയ തെങ്ങിലത്തെ ഒരു നാളികേരം കിട്ടിയത് കൊണ്ട് പായസം വെച്ച് അത് പായസം റെഡിയായി. ഞാൻ ഇലയിൽ വിളമ്പിയിട്ടുണ്ട്. അരി നുറുങ്ങിയെന്ന് വെച്ചാൽ ഈ പാക്കറ്റ് അരി വരവ് അരിയാണ്. അത് നമ്മുടെ നാടൻ ഉണക്കലരി അല്ല അത്. അപ്പം അത് വെന്ത് വന്നപ്പോഴത്തേക്ക് അരി അങ്ങോട്ട് പൊടിഞ്ഞ് ഇതായി പോയ പോലെ. ഇത് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയുക. ഞാനിത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉണക്കലരി പായസം വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് അമ്പലത്തിൽ എല്ലാ 1-ാം തീയതി ഉണ്ടാവും വയ്ക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പറയുക. എല്ലാവരും ഇത് ചെയ്യണതാണ്. ഇപ്പോൾ ആരും അറിയാത്തവരായിട്ട് ആരും ഇല്ല. ഉണക്കലരിയൊക്കെ നമുക്ക് വീടുകളിൽ പായസം വയ്ക്കുക. വിഷു വന്നാൽ വിഷുവിന് വിഷുക്കട്ട അങ്ങനെയുള്ളതൊക്കെ നമ്മൾ വയ്ക്കില്ല. ഇപ്പോൾ വിഷു അല്ലേ വരുന്നേ. അപ്പോൾ ഉണക്കലരി പായസം റെഡി. അത് കോടി കഴിക്കാന്ന് പറയും. ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് ഉണ്ടായി കിട്ടിയ നാളികേരാണ്. അപ്പം അതിങ്ങനെ വെച്ച് നമ്മൾ പായസം വെച്ചിട്ട് ആദ്യമായിട്ട് അമ്പലത്തിലേക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അമ്പലത്തിലേക്ക് കൊണ്ടുപോകാനുള്ളത് ഇല്ല. ഞാൻ 2 മൂത്തത്. അപ്പം അതിൽ നിന്ന് പറഞ്ഞ് എനിക്ക് വീട്ടിൽ പായസം വയ്ക്കണമെന്ന് തോന്നി. അപ്പം അതുകൊണ്ട് ഞാൻ പായസം വെച്ചു. എനിക്കത് നല്ല സന്തോഷമായി. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക. നാളികേരം ഇപ്പം നമുക്ക് പറമ്പിലൊക്കെ ഇങ്ങനെ കോടിയാഴ്ചയൊക്കെ, ഇപ്പം കോടിയാഴ്ചതല്ലെങ്കിലും പറമ്പിൽ നിന്ന് നാളികേരം കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ പായസം വെച്ച് കഴിക്കണത് ആർക്കെങ്കിലുമൊക്കെ തിരിച്ചാൽ കൊടുക്കുക. അത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. അപ്പം അത് ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയാൻ.